കോഴിക്കോട് വൻ ഡിജിറ്റൽ തട്ടിപ്പ്. പയ്യോളി സ്വദേശിയായ പ്രവാസിക്ക് 1.5 കോടി രൂപയാണ് നഷ്ടമായത്. ED ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വാട്സപ്പിൽ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം. ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ്, ഈ വെർച്വൽ അറസ്റ്റ് അതൊരു തട്ടിപ്പാണ് എന്നത് എല്ലായിടത്തും വലിയ പ്രചാരണമായി തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ പ്രചാരണം നടക്കുന്നത്. അതിനിടയിൽ പ്രവാസിക്ക് 1.5 കോടി രൂപ നഷ്ടമായി എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പ് എങ്ങനെയായിരുന്നു? രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ആണെന്ന വ്യാജേനയാണ് വാട്സാപ്പിൽ ഈ പയ്യോളി സ്വദേശിയായിട്ടുള്ള പ്രവാസിക്ക് മെസ്സേജ് വന്നിരുന്നത്. അത് കുറെ ദിവസമായിട്ട് നിരന്തരമായിട്ട് ഈ മെസ്സേജുകൾ, അതായത് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഇദ്ദേഹത്തിന്റെ വാട്സാപ്പിലേക്ക് വന്നിരുന്നു എന്നാണ് ഇയാൾ സൈബർ പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് താങ്കൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്, അതായത് ഈ പ്രവാസിയായിട്ടുള്ള ആൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. PFI പോപ്പുലർ ഫണ്ടുമായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ട്. നിരന്തരമായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ പണം കൈമാറുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇയാളെ, ഈ പ്രവാസിയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒടുവിൽ അത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ അക്കൗണ്ട് നമ്പർ ഇവർക്ക് നൽകുകയും ചെയ്തു. ആ നമ്പറിലേക്ക് 1.5 കോടി രൂപയാണ് ഇയാൾ കൈമാറിയത്. ആ കൈമാറിയതിന്റെ രേഖയും ഇയാൾ സൈബർ പോലീസിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പിന്നീട് പോലീസിലൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വെർച്വൽ തട്ടിപ്പാണ്, ഇയാളെ കബളിപ്പിച്ചതാണ്, പറ്റിച്ചതാണ് എന്ന കാര്യം ഇയാൾക്കും മനസ്സിലാവുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, വെർച്വൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ സൈബർ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ഈ മെസ്സേജ് അയച്ചിട്ടുള്ള ഡിവൈസ് IME നമ്പർ തുടങ്ങിയ സംവിധാനങ്ങൾ തുടങ്ങിയ നമ്പറുകൾക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഉടനെ തന്നെ ഒരു പക്ഷേ പ്രതിയെ പിടികൂടാനാകുമെന്ന വിശ്വാസവും സൈബർ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ശരി, കോഴിക്കോട് വൻ ഡിജിറ്റൽ തട്ടിപ്പാണ്. ഇത്തരം തട്ടിപ്പുകൾ, അതിന്റെ വാർത്തകൾ നിരന്തരമായി വരുന്നുണ്ട്, മുന്നറിയിപ്പ് വരുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ വീണ്ടും തട്ടിപ്പുകൾ സംഭവിക്കുകയാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ്. 1.5 കോടി രൂപ, 1-2 പൈസയില്ല, 1.5 കോടി രൂപ തട്ടിയെടുത്തു എന്നതാണ് കേസിനാസ്പദമായ വിവരം. ഇന്ത്യാസാണ് ആ വിവരങ്ങൾ നൽകിയത്.